പ്രതിപക്ഷ പാർട്ടികളുമായുള്ള സഖ്യനീക്കത്തിന് കൂടുതൽ സമയം കളയേണ്ട എന്ന പുതിയ തീരുമാനവുമായി കോൺഗ്രസ് സഖ്യം രൂപീകരിക്കാനുള്ള സംസ്ഥാനങ്ങൾ നിലവിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതിനുവേണ്ടി കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഈ കടുത്ത തീരുമാനത്തിന് പിന്നിൽ പ്രിയങ്ക ഗാന്ധിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. 11 സംസ്ഥാനങ്ങളിൽ സഖ്യം ഒരിക്കലും സാധ്യമാവില്ലെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ. ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ തനിച്ച് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു മാസമായി കോൺഗ്രസ് നേതൃത്വം സഖ്യ സാധ്യതകൾ തേടിയിരുന്നു. ഏതാനും ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് വ്യക്തമായ സീറ്റ് വിഭജനമടക്കമുള്ള വിഷയങ്ങളിൽ ധാരണയായത്. ഈ സാഹചര്യത്തിൽ ഇനി സഖ്യം ആവശ്യമില്ലെന്നും തനിച്ച് മത്സരിക്കാമെന്നും പ്രിയങ്ക ഗാന്ധി നിർദ്ദേശം വയ്ക്കുകയായിരുന്നു. യുപിയിലും ഇനി സഖ്യ ചർച്ചകൾ നടത്തേണ്ടെന്നാണ് പ്രിയങ്ക അഭിപ്രായപ്പെട്ടത്. യുപിയിൽ കോൺഗ്രസിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. ബിജെപിക്ക് കിട്ടാൻ സാധ്യതയുള്ള ബ്രാഹ്മണ വോട്ടുകളും SP-BSP സഖ്യത്തിന് കിട്ടാൻ സാധ്യതയുള്ള ദലിത് മുസ്ലിം വോട്ടുകളും കോൺഗ്രസിന് പിടിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്നത് ഭാവിയിൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. 11 സംസ്ഥാനങ്ങളിലും ത്രികോണ മത്സരമായിരിക്കും നടക്കുക. കോൺഗ്രസ് സഖ്യത്തിന് ശ്രമിച്ചിരിക്കുന്ന പല പാർട്ടികളും നേരത്തെ NDA മുന്നണിയിലുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു തൂക്കുസഭ വന്നു കഴിഞ്ഞാൽ ഇവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന ഉറപ്പുമില്ല. ഇതാണ് സഖ്യ രൂപീകരണത്തിന് കൂടുതൽ സമയം കളയേണ്ട എന്ന തീരുമാനത്തിന് പിന്നിൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.